ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനം നമ്മൾ ഇന്ന് രാത്രി വായിക്കാൻ പോവാണ്. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം 26-ാമത് അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ലേവ്യർ 26:11. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അതൊരു വാഗ്ദാനമായിട്ട് ഈ രാത്രിയിൽ സ്വീകരിച്ച്, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി ഈ ലേവ്യർ 26:11 വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഇടയിൽ എൻ്റെ കൂടാരം സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഈശോയുടെ കൂടാരം എൻ്റെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്നു. എൻ്റെ ഈശോ എന്നെ ഉപേക്ഷിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുക. നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ച ഒരു കാര്യമുണ്ടല്ലോ, നമ്മളും ഒരു പൊതിഞ്ഞു പിടിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്, ഈശോ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്നതിനെ കുറിച്ച് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞ കാര്യം നമ്മൾ ഇന്നലെ ധ്യാനിച്ചല്ലോ. പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് ഈ വചനം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചിട്ടുണ്ട് ആര്? ഈശോ. നമ്മൾ വചനവ്യാഖ്യാനങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, മറിയം ആ കൂടാരമാണെന്ന്. ദൈവം ഇറങ്ങി വസിച്ച കൂടാരമാണ് പരിശുദ്ധ അമ്മ എന്ന് എന്തറിയോ ചിന്തകർ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കും ആര് കൂടെ ഉണ്ടെന്ന്. ഈശോ കൂടെ ഉണ്ടെന്നും ഈശോ നമ്മളെ ഉപേക്ഷിക്കില്ലെന്നും. ഇതാ കൂടാരമടിച്ച് അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാണുമ്പോൾ ഓർക്കണം, അവിടെ ആരുണ്ട്? ഈശോയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം കണ്ട് അതിനെ വണങ്ങുമ്പോൾ ഓർക്കണം, അടുത്ത് ആരുണ്ട്? ഈശോയുണ്ട്. കാരണം ഈ കൂടാരം അടിച്ചെടുത്ത് ദൈവസാന്നിധ്യമുണ്ട്. ആ ദൈവസാന്നിധ്യം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അവൻ നിന്നെ ഉപേക്ഷിക്കില്ല. സോ പരിശുദ്ധ അമ്മ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണെന്നറിയോ? എന്നെ ഈശോ ഉപേക്ഷിക്കില്ല, എന്നെ ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ. നിങ്ങൾ ജപമാല കയ്യിലെടുത്ത് ഓരോ ജപമണികൾ ഉരുട്ടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ്, ഈശോ നിങ്ങളെ ഉപേക്ഷിക്കില്ല, അവൻ തൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അമ്മയെ ഒന്നുകൂടെ മുറുകെ പിടിക്കുക, ജപമാല ഒന്നുകൂടെ കൈ പിടിക്കുക, ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. എൻ്റെ ഈശോ എന്നെ ഉപേക്ഷിക്കില്ല. ചിലപ്പോൾ ഒരുപാട് ഒറ്റപ്പെടലുകൾ, ഒരുപാട് സങ്കടങ്ങളിലൂടെ ഇന്ന് കടന്നു പോയിട്ടുണ്ടാകാം. ഉറക്കം കിട്ടാതെ ഇങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത സമയങ്ങളാവാം. എനിക്ക് ആരും കൂട്ടില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു രാത്രിയാവാം. ഒത്തിരി സ്നേഹിച്ചവർ ഇന്നും മൈൻഡ് ചെയ്യാതെ പോയ ഒരു ദിവസമായിരിക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ അയച്ച മെസ്സേജുകൾ കണ്ടിട്ടും ചിലപ്പോൾ റിപ്ലൈകൾ വന്നിട്ടുണ്ടാവില്ല. പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ വിളി ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നുമില്ല, കണ്ടുമില്ല. ഒറ്റയ്ക്കായി പോയിട്ടുണ്ടാവും. പക്ഷേ ഇതാ, കർത്താവ് നിനക്കൊരു പ്രോമിസ് തരികയാണ്. എൻ്റെ കൂടാരം ഞാൻ നിൻ്റെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് യു. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ആരുപേക്ഷിച്ചാലും, ആര് മൈൻഡ് ചെയ്തില്ലേലും, ഇത് അമ്മയെ കൂട്ടുപിടിച്ചാൽ അടുത്ത് ഈശോയുടെ സാന്നിധ്യം കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഈ രാത്രി സമാധാനമാകുക, ശാന്തമാകുക, ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ്, ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് കിടന്നുറങ്ങുക. നാളെ കർത്താവിനെ കൂട്ടുപിടിച്ച്, അമ്മയെ കൂട്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.